taking notes. Welcome to iPlus Training Solutions. സോ ഇന്നത്തെ ഈ ഒരു വെബിനാർ സെഷനിൽ ഈ ഒരു സെഷനിൽ നമ്മളൊക്കെ മീറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഹൈസ്കൂൾ അധ്യാപകരാകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ, അല്ലെ? ശരിയല്ലേ? എല്ലാവർക്കും ഹൈസ്കൂൾ അധ്യാപകരാവണ്ടേ? ഇംഗ്ലീഷ് അധ്യാപകരാവണ്ടേ? വേണ്ടേ? ഒരു ആവേശമൊന്നുമില്ലല്ലോ. വേണം. ഗാർഗി, പിന്നെ രാജശ്രീ, ഇത്തിരി പേരുണ്ട്, രാഗി. ഓക്കെ. സോ ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ഹലോ ഫർസാന. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എന്താണ് HSA പരീക്ഷ എഴുതാനുള്ള യോഗ്യത, അതുപോലെ തന്നെ നമുക്കിപ്പോ കൺഫർമേഷൻ ഒക്കെ കൊടുക്കാനുള്ള സമയമാണ് അല്ലെ? അടുത്ത മാസം വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം, അതുപോലെ തന്നെ പരീക്ഷ എന്നായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് എല്ലാവരും ഡേറ്റ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വേണോ? പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടാവും, ശരിയല്ലേ? അപ്പൊ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ലെങ്തി ആയിട്ട് പോകാതെ അത്യാവശ്യം സമയത്തിനുള്ളിൽ നമ്മൾ പറയാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, പാർട്ട് എ ഇഷ്ടമാണോ? HSA ഇംഗ്ലീഷിന്റെ പാർട്ട് എ സിലബസിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ? അതായത് നമ്മുടെ പുതിയ സിലബസ് വന്ന കാര്യം അറിഞ്ഞോ സിലബസ് വന്നത്? ഇതാണ് നമ്മുടെ അപ്ഡേറ്റഡ് സിലബസ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറയുന്നത്. ഇതിനെ പുതിയതൊന്നും വിളിക്കാൻ പറ്റില്ല. ഇല്ല ഗാർഗി, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒട്ടും നിരാശപ്പെടുത്തുന്ന രീതിയിലല്ല സിലബസ് വന്നതെന്നുള്ളത് വളരെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ പഠനത്തിന്റെ സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി. പഠിച്ച കാര്യങ്ങൾ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ പാർട്ട് എയുടെ പ്രത്യേകത എന്താ? ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ? നമ്മൾ ഈ BEd പഠിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ പൊതുവെയുള്ള നമ്മുടെ ഒരു പൊതുവിജ്ഞാനം ഉണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് പാർട്ട് എ മനസ്സിലാക്കാം. പാർട്ട് എയുടെ മൊഡ്യൂൾ 1, 2, 3 എന്നൊരു ഓർഡറിൽ സിലബസ് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു അനാലിസിസ് ഒന്നും അല്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാണ് ഓരോ ടോപ്പിക്കുകൾ എന്താണ് പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാക്കി ഫാക്കൽറ്റി മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ തന്നെ നിങ്ങളോട് കൂടുതലായിട്ടുള്ള HSA പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കാം, എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ പാർട്ട് എ കാണുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വളരെ നമ്മള് സ്ലോ ആയി പോകും. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ട് കുറെ കുട്ടികൾക്ക് താല്പര്യമുണ്ട് കേൾക്കാനെന്നുള്ള ഒരു ആവേശം നമുക്കും കിട്ടും. ഓക്കെ, രാജശ്രീ, കീർത്തന. ഓക്കെ, പാർട്ട് എ നോക്കിക്കഴിഞ്ഞാൽ രാഗി, റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് നമുക്കുണ്ട്. റെനൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ ഈ റെനൈസൻസ് എന്ന് പറയുന്ന ഐഡിയ തുടങ്ങിയത്? റെനൈസൻസ് എവിടെയാ തുടങ്ങുന്നത്? ഒരു ഫോറിൻ കൺട്രിയിലാണ് റെനൈസൻസ് സ്റ്റാർട്ട് ചെയ്തത്. വെരി ഗുഡ്, ഇറ്റലിയിലാണ് കേട്ടോ. വെരി ഗുഡ്, അതിനൊരു ക്ലാപ്പ് അർഹിക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും പറ്റുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. നല്ല കാര്യമാണത്. അതുപോലെ തന്നെ നമ്മുടെ കേരള റെനൈസൻസിനെ കുറിച്ചുള്ള ഐഡിയാസ്, അതുപോലെ തന്നെ മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ ജനറൽ നോളജും കറന്റ് അഫയേഴ്സും വരുന്നുണ്ട്. മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട് എങ്ങനെ നമുക്ക് ടീച്ച് ചെയ്യാം? വാട്ട് യു മീൻ ബൈ ദ മെത്തഡോളജി? നമ്മൾ ഏത് അപ്രോച്ച് സ്വീകരിക്കണം? ക്ലാസ്സിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പല അപ്രോച്ചുകൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടീച്ചേഴ്സിനെ ഒന്ന് പ്രാപ്തയാക്കുന്ന, അല്ലെങ്കിൽ പ്രാപ്തരാക്കുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. റെനൈസൻസ്, ജനറൽ നോളജ്, അതുപോലെ തന്നെ നമ്മുടെ മെത്തഡോളജി. ഓക്കെ, ഇതെല്ലാം തന്നെ കോഴ്സിന്റെ ഭാഗമായിട്ടും കോൺസെപ്റ്റുകൾ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തതാണ് നമ്മുടെ സ്വന്തം ഏരിയ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡോമിനേഷൻ കൂടുതലുള്ള ഏരിയ. ശരിയല്ലേ? നമ്മുടെ സബ്ജക്ട് ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സന്തോഷങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അല്ലെ? അപ്പൊ മൊഡ്യൂൾ 1 നമുക്ക് പോയട്രി, 2 നമുക്ക് ഡ്രാമ, പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ് ആൻഡ് ഫിക്ഷൻ, ലിറ്ററി ടേംസ്, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്, ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ വരുന്നുണ്ട്, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് നമ്മുടെ മൊഡ്യൂളുകൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പം നിങ്ങൾ ഏത് മൊഡ്യൂളിലാണ് എത്തി നിൽക്കുന്നത്? പഠിച്ചു തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തവരൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഞാൻ തുടങ്ങി, HSA ഇംഗ്ലീഷിൽ ഞാൻ പഠിച്ചു തുടങ്ങി. ഓക്കെ, അതെ, കുറെ പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളൊക്കെ തന്നെ ആ പഠനത്തിലാണ് അല്ലെ? ആരും തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പഠിക്കാനായിട്ട് പ്ലാൻ ഉള്ളവരുണ്ടോ? ഇന്നത്തെ വെബിനാർ ഒക്കെ കേട്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പഠിക്കാനായിട്ട് പോകുകയാണ് എന്ന് തീരുമാനിച്ചവരും കുറച്ചു പേരുണ്ടാവും, ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കും ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇനി പഠിച്ചാൽ മതി.
ഇനി പഠിച്ചാൽ മതി, സമയക്കുറവൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടെ എന്താ ചെയ്യേണ്ടത് ഇനി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ലെവലിൽ നമുക്കും എത്തണം. കാരണം ടോപ്പ് റാങ്കിൽ നമ്മളും വേണ്ടേ, ജോലിക്ക് വേണ്ടിയല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലെ? പരീക്ഷ എഴുതുക എന്നുള്ള ഫോർമാലിറ്റി മാത്രമല്ല, വി ഹാവ് ടു ഗെറ്റ് ദ ജോബ് ടു അല്ലെ? നമുക്ക് ആ ജോലി കൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അധികമായിട്ട് പഠിക്കാം. ഓക്കെ, പരീക്ഷ വരെ ഇനിയിപ്പോ ഉള്ള നമ്മുടെ HSA പരീക്ഷയുടെ ഡേറ്റ് വരെ വന്നു ഇംഗ്ലീഷിന്റെ. അപ്പൊ നല്ലൊരു അവസരമാണ്. അടുത്ത പരീക്ഷയ്ക്ക് മേടിക്കാം എന്നുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ട. ഈ പരീക്ഷയ്ക്ക് തന്നെ റാങ്കിൽ ഉണ്ടെങ്കിൽ അത്രയും സേഫ് അല്ലേ നമ്മള് അല്ലെ? സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതുവരെ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ പഠിക്കും. ഇപ്പൊ മെയ് മാസമാണ്, മെയ് മാസം ലാസ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇപ്പൊ മുതലേ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളുക. സമയം അതിക്രമിച്ചു എന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടും. പിന്നെ വലിയ റഷ് ഒന്നും വേണ്ട, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ള സമയവും നമുക്ക് ഉണ്ട്. പോയിട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസം അതിന്റെ ടേംസും, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്, മോഡേൺ ഇംഗ്ലീഷിന്റെ യൂസേജ് വരുന്നുണ്ട്, ബേസിക് ഗ്രാമറും ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന കോൺസെപ്റ്റുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ചില കുട്ടികൾ ചോദിക്കും, അതായത് എവിടുന്നാ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. ഇത് നമ്മുടെ സിലബസിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഇത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ സിലബസിനെ കുറിച്ച് ഐഡിയ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തു വെക്കാൻ പറ്റും. പാർട്ട് ബിയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഠിച്ചു തീർന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യണം? എന്തോ ചെയ്യേണ്ടത്? ഒത്തിരി പേരുള്ള ഒരു സെഷൻ അല്ലേ പറഞ്ഞേ. പഠിച്ചു തീർന്ന ഭാഗം എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പോകണം, റിവൈസ് ചെയ്യണം, നോട്ട് ചെയ്ത് പോകണം. ആദ്യം തന്നെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു വേണം പോകാൻ കേട്ടോ. എന്നിട്ട് വേണം പുതിയ പുതിയ മൊഡ്യൂളുകളിലേക്ക് പോവുകയൊക്കെ തന്നെ ചെയ്യാനായിട്ട്. ഇനി പാർട്ട് ബിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 വരുന്നത് പോയിട്രി ആട്ടോ. ഞാൻ ഇതിന് ശേഷം, അതായത് മൊത്തം സിലബസ് ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം എപ്പോഴും ചോദ്യം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത് അല്ലെ. ഈ സിലബസ് നിങ്ങൾക്ക് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. എല്ലാവർക്കും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ HSA ഇംഗ്ലീഷിന്റെ സിലബസ് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, കൂടുതൽ പ്രാധാന്യത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് PYQന്റെ ബേസിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ കാര്യങ്ങളും കൂടെ ചുവടെ ചേർത്തിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഷേക്സ്പിയറിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഓഫ് ഓൾ പീരീഡ് എന്നൊക്കെയുള്ള വിശേഷണമുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റ് ആണ്, ഡ്രാമാറ്റിസ്റ്റ് ആണ്. സോ സോണറ്റ് 121 നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു സോണറ്റ് അറിയാമോ? ഷേക്സ്പിയറിന്റെ സോണറ്റ് അറിയാമോ? അറിയാവുന്നവരൊന്ന് തംസിട്ടേ. ഷേക്സ്പിയറിന്റെ ഈ സോണറ്റ് അറിയാവുന്നവരൊന്ന് തംസിട്ടേ. അറിയാത്തവരെന്ത് ചെയ്യുക, ആ സോണറ്റും കൂടെ എടുത്തൊന്ന് പഠിക്കുക കേട്ടോ. ആ സോണറ്റ് കൃത്യമായിട്ട് അത് എവിടെ പഠിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് IPLSന്റെ ഭാഗമായിട്ട് ഇതിന്റെ നോട്ട്, വീഡിയോ ലെസൺസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. വിത്ത് ക്യൂസ്, അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവിൽ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ നമുക്ക് ലഭിക്കും. ആ ഒരു ബേസിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എപ്പോഴും നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല എങ്കിൽ എപ്പോഴും ഒരു ഗൈഡൻസ് സ്വീകരിക്കുന്നതും നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, സിലബസ് ചേഞ്ച് ഉണ്ടാകുമെന്ന് വെച്ച് ഒന്ന് സ്ലോ ആയി, അതിന്റെ ഒരു ആവശ്യമില്ല. ഫർസാന ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതെങ്ങും പോയിട്ടില്ല. അത് നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങളാണ്. കുറച്ച് പഠിച്ചില്ലേ ഫർസാന? കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ലേ? സ്ലോ ആവുന്നതിന് മുന്നേ ഉണ്ട്. അപ്പൊ അതിന്റെ ബാക്കി കുറച്ചുകൂടെ സ്പീഡിൽ പോയാൽ മതി കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. ശരി, ഡണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോഡിങ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിത നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രണ്ട് ലവേഴ്സിനെ അതായത് ഒരു കോമ്പസിന്റെ 2 ലെഗ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മിൽട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് നമുക്കുണ്ട് അല്ലെ. ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം ബ്ലൈൻഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇദ്ദേഹം എഴുതുന്ന വർക്ക് ഏതാണെന്ന് അറിയാമോ? നിങ്ങളൊന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അറിയാമോ? ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് എഴുതുന്നത്. പാരഡൈസ് ലോസ്റ്റിന് ശേഷം പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ LG റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാണ് അല്ലെ. ഒരു ഗ്രേവ്യാർഡിന്റെ മുന്നിൽ ഒരു സ്പീക്കർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹീസ് ജസ്റ്റ് തിങ്കിങ്, ഇത് ആരെയൊക്കെ തന്നെ ബറി ചെയ്തിട്ടുള്ള ഗ്രേവ്യാർഡ് ആണെന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഈ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. കാരണം ഒരു ഗ്രേവ്യാർഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇമോഷൻസ് ഈ വ്യക്തിയിലൂടെ കടന്നു പോകുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കവിതയാണ് കേട്ടോ. അടുത്ത ടിൻറ്റൺ അബായ്, നമ്മുടെ സ്വന്തം വേൾഡ്സ്വർത്തിന്റെ ലേക്ക് പോയിന്റിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന വേൾഡ്സ്വർത്തിന്റെ വർക്കാണ്. ഷെല്ലിയുടെ ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന നല്ലൊരു കവിത പഠിക്കാനുണ്ട്. ഇനി ഓടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് കേപ്പബിലിറ്റി അടക്കമുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന ജോൺ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ക്രിയേഷൻ ആണ് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസ് ഇടണേ.
ഇനിയുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇങ്ങനെ വരുന്നുണ്ട്, എന്താണ് പഠിക്കാനുള്ളതെന്ന്. സിലബസ് അനാലിസിസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം പലരും ഭയന്നിരുന്ന ഒരു കാര്യമാണ്, സിലബസ് മാറുമോ, കവിതകളൊക്കെ മാറുമോ, വേറെ ഏതെങ്കിലും ഒക്കെ എഴുത്തുകാരന്റെ കവിത വരുമോ. ഒന്നും സംഭവിച്ചില്ലല്ലോ, നമ്മൾ പഠിച്ച അതേപോലെ തന്നെ അല്ലെ. നേരത്തെ തുടങ്ങിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റിവാർഡാ കിട്ടിയത്. ആ കുട്ടികൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, അവർ പഠിച്ചതൊന്നും തന്നെ മാറിയിട്ടില്ല. എത്ര സന്തോഷകരമായ കാര്യം കൂടാ അല്ലെ. ശരി, ഇനി ടെന്നീസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യുലൈസിസ്, ബ്രൗണിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യവും കൂടെ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന കവിത, അർണോൾഡിന്റെ സീ ഓഫ് ഫെയ്ത്ത് അടക്കം ഐഡിയാസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡോവർ ബീച്ച്, WB ഈറ്റ്സിന്റെ എ പ്രേയർ ഫോർ മൈ ഡോട്ടർ, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു കവിതയായിരിക്കും സിൽവിയ പ്ലാത്തിന്റെ ഡാഡി, ശരിയല്ലേ? ഓട്ടോ പ്ലാത്തിനെ കുറിച്ചും ഹഗ്സിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മുടെ പ്ലാത്ത് പറയുന്നുണ്ട്, ശരിയല്ലേ? എന്ത് വലിയ നറേഷൻ ആയില്ലേ പറയുന്നത്, ഓ ഡാഡി ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം എന്താണ് താൻ ഫേസ് ചെയ്ത സപ്രഷൻ ഒക്കെ തന്നെ അത്രയും വലിയ ഇമോഷൻ ആയിട്ട് കൺവേ ചെയ്ത് പറയുന്നുണ്ട്. ടാഗോറിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, എപ്പോഴും ഇൻസ്പിറേഷന്റെ ആളാ അല്ലെ, എപ്പോഴും നമ്മുടെ മൈൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളാണ് ടാഗോർ. അത്തരത്തിലുള്ള കവിതകളാണ് എഴുതാറുള്ളത്. ഇസഗിളിലോട്ട് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ എന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട്. നമ്മുടെ സ്വന്തം കമലാദാസ് അല്ലെ, കമലാദാസിലേക്ക് വന്നു കഴിഞ്ഞാൽ കമലാദാസിന്റെ എക്കാലത്തെ ഫേമസ് വർക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കവിത കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു കോൺസെപ്റ്റുകളും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹാഫ് ഓഫ് എ പോർഷൻ കവിതകൾ നമ്മുടെ അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി AK രാമാനുജനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒബീട്രി, റോബർട്ട് ഫ്രോസ്റ്റിന്റെ സ്വന്തം ഹോം ബെറിയൽ, ഡിക്കിൻസൺ എപ്പോഴും മരണത്തിനെയൊക്കെ തന്നെ തീമാക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന ഒരു കവിത ചെയ്തിട്ടുണ്ട്. സോയിങ്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെലിഫോൺ കോൺവെർസേഷൻ ആണ് എക്കാലത്തെയും ഫേമസ് ആയിട്ടുള്ള വർക്ക് അല്ലെ. നമ്മുടെ കാസ്റ്റ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അടക്കമുള്ള കോൺസെപ്റ്റുകൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. മീന അലക്സാണ്ടറിന്റെ ഹൗസ് ഓഫ് എ 1000 ഡോട്ടേഴ്സ്, മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ, ഡേവിഡ് ഡിയോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ആഫ്രിക്ക എന്ന വളരെ മനോഹരമായ കവിത, ജാക്ക് ഡേവിസിന്റെ അബോർജിനൽ ഓസ്ട്രേലിയ. ഇത്രയും ഭാഗങ്ങളാണ് കവിതയിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കവിതകൾ നോക്കിക്കേ. നമുക്ക് വേൾഡ് ലിറ്ററേച്ചറിലും നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത കവിതകളുണ്ട്. പക്ഷെ HSC ഇംഗ്ലീഷിന്റെ സിലബസിൽ എണ്ണിയാൽ തീരാത്ത കവിതകളൊന്നുമില്ല. ഉണ്ടോ? പഠിച്ചു തീരാത്ത ലിസ്റ്റ് കവിതകൾ ഉണ്ടോ നിങ്ങളുടെ മുന്നിൽ? നമ്മൾ ശ്രമിച്ചാൽ പെട്ടെന്ന് തീരും. പിന്നെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു മൊഡ്യൂൾ ഡിസ്കഷനിൽ ഞാൻ പറയുക കേട്ടോ, അതായത് പറ്റിയാൽ ഒറിജിനൽ കവിത എടുത്തൊന്ന് വായിക്കണം. കാരണം നമ്മൾ വായിക്കുന്ന ഓരോ സമ്മറി മറ്റൊരാൾ എഴുതിയതാ, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, അത് വായിക്കേണ്ടെന്നല്ല. ഒറിജിനൽ കവിത പറ്റുവാണെങ്കിൽ 23 കവിതയല്ലേ ഉള്ളൂ, നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് മുന്നേ അതൊന്ന് വായിക്കാനുള്ള സമയമുണ്ട്. ഇനി വലിയ വലിയ നോവലൊക്കെ വരുന്ന സമയത്ത് നോവൽ മൊത്തം വായിക്കുന്നൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. ഡ്രാമയാണെങ്കിൽ അത് മൊത്തം വായിക്കുക അല്ലെങ്കിൽ മൊത്തം കാണുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കവിതയുടെ കേസിൽ നിങ്ങൾ മാക്സിമം പറ്റുന്ന അത്രയും കവിത ഒറിജിനൽ എടുത്ത് വായിക്കണം. വായിക്കോ? എടുത്ത് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് ലൈബ്രറിയിൽ പോലും പോകണ്ട, നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതാം. അതുകൊണ്ടാട്ടോ, മറ്റൊന്നുമല്ല, കുറച്ചുകൂടെ കോൺഫിഡൻസിൽ നമുക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ നമ്മുടെ സെഷനിലോട്ട് പോവാണേ. രണ്ടാമത്തെ സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 2 നമുക്ക് ഡ്രാമയാണ് വരുന്നത്. മാക്ബത്ത്, വാട്ട്സ് ദി പെക്യുലാരിറ്റി ഓഫ് മാക്ബത്ത്? മാക്ബത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഷേക്സ്പിയറിന്റെ എക്കാലത്തെ ഫേമസ് വർക്ക് ലേഡി മാക്ബത്തും ഒക്കെ നിറഞ്ഞ അംബീഷ്യസ് ആയിട്ടുള്ള നേച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഷെറിഡന്റെ സ്കൂൾ ഫോർ സ്കാൻഡൽ ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കും യെസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഫോർ സ്കാൻഡലിന്റെ പ്രത്യേകത, ഷെറിഡന്റെ റൈവൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെറിഡന്റെ റൈവൽസ് എന്ന നാടകം ഉണ്ട്. ഇത് റൈവൽസ് അല്ല, സ്കൂൾ ഫോർ സ്കാൻഡൽ ആണ് കേട്ടോ. ഓസ്കാർ വൈൽഡിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഓണസ്റ്റ് അല്ലെ. ഓണസ്റ്റ് എന്ന് പറയുന്ന ഒരാളിനെ മാത്രമേ വിവാഹം കഴിക്കുന്ന 2 പെൺകുട്ടികളെ തീരുമാനിക്കുകയാണ് നമ്മുടെ വർക്കിൽ അല്ലെ. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഓണസ്റ്റിനെ അല്ല താൻ മാരേജ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ പേരിലുള്ള കുറച്ച് ഇഷ്യൂസും, അതുപോലെ തന്നെ ഈ അവരുടെ ബിലൗഡ്സിനെ നഷ്ടപ്പെടാനായിട്ട് 2 യുവാക്കൾ ഞങ്ങളാണ് ഏണസ്റ്റ്, എനിക്ക് ഏണസ്റ്റ് ആകണം എന്നുള്ള തീരുമാനമൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. അടുത്ത നമ്മുടെ ഡോൾസ് ഹൗസ്, ഇബ്സന്റെ എക്കാലത്തെയും ഫേമസ് വർക്ക് അല്ലെ. ഒരു പെൺകുട്ടിയുടെ ഒരു അതിജീവനത്തിന്റെ കഥ കൂടെയാണ് ഡോൾസ് ഹൗസ് എന്ന് പറയാൻ പറ്റും. പിഗ്മാലിയോൺ നല്ല വർക്ക് ആണ് കേട്ടോ. പിഗ്മാലിയോൺ ഷോയുടെയാണ്, നമ്മുടെ GB ഷോയുടെയാണ്, ജോർജ് ബെർണാഡ് ഷോയുടെയാണ്. ഇതിനകത്തില് ഒരു ലേഡിക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ഒരു പോളിഷ്ഡ് സൊസൈറ്റിയിലേക്ക് അവർ അപ്ലിഫ്റ്റഡ് ആവാൻ ശ്രമിക്കുന്നതൊക്കെ കാണാൻ പറ്റും. സിഞ്ചിന്റെ റൈഡേഴ്സ് ടു ദ സീ ഞാൻ പറയണ്ട, അല്ലാതെ തന്നെ അറിയായിരിക്കും. ആ വർക്ക് വായിച്ചിട്ട് വിഷമം വരാത്ത ആരെങ്കിലും ഉണ്ടാവോ അല്ലെ? റൈഡേഴ്സ് ടു ദ സീ ഓർക്കുന്നില്ലേ? ബാഡ്ലിയെ, മൗര്യ, ഓർക്കുന്നുണ്ടോ കഥാപാത്രങ്ങളെയൊക്കെ?
എത്ര വിഷമം തോന്നുന്ന വർക്ക് അല്ലെ, ഒരു എന്താണ് കുടുംബത്തിൽ നിന്നും ഒരുപാട് ആൾക്കാർ അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ മെൻഫോക്ക് എല്ലാം ഫിഷിങ്ങിന് വേണ്ടി പോവാണ് അവരുടെ ലൈവ്ലിഹുഡ് കണ്ടെത്താനായിട്ട്. പക്ഷെ പോകുന്നവരാരും മടങ്ങി വരുന്നില്ല എന്നുള്ള ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ബെക്കറ്റ് ഇപ്പുറത്ത് സാമുവൽ ബെക്കറ്റ് എന്ന് ഒന്നിച്ചുള്ളതാണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ ഗോദോ നമ്മുടെ ഈസ്ട്രഗന്റെയും വ്ളാഡിമറിന്റെയും ഒക്കെ തന്നെ വർക്ക് ഐഡിയ പറയുന്ന വർക്കാണ്. എൻ അറ്റൻഡന്റ് ഗോദോ എന്നാണ് ഈ വർക്കിന്റെ മറ്റൊരു ടൈറ്റിൽ. അടുത്തത് ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആണ്. ടെന്നീസ് വില്യംസിന്റെ ഗ്ലാസ് മെനേജറി നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല. ഓക്കെ, ഇത്രയും വർക്കുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഏത് സെഷനിലാണ് ഇത് പഠിക്കേണ്ടത്? എവിടെയാ പഠിക്കേണ്ടത്? നാടകങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ, നാടകങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ കവിതകൾ നമ്മൾ നോക്കി, കവിതകൾക്ക് ശേഷം നാടകം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്താണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ്, അതാണ് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ലെങ്തി ആയിട്ട് നമ്മുടെ സെഷൻ കൊണ്ടുപോകാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലോട്ടൊക്കെ പോയാലോ? പോവാം. റെഡി അല്ലേ? ഓക്കെ, പ്രോസ് ആൻഡ് ഫിക്ഷൻ ആട്ടോ. നല്ല കുറച്ച് എസ്സേസ്, അതിലും മനോഹരമായിട്ടുള്ള കുറച്ച് നോവലുകൾ, ഇതാണ് നോക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൺ സ്വന്തമായിട്ട് വളരെയധികം ഗ്രാൻഡ് സ്റ്റൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും എസ്സേസ് എഴുതുന്നത്. ഓഫ് സ്റ്റഡീസ്, ഓഫ് മാരേജ്, ഓഫ് പേരന്റിങ് അല്ലെ, ഒരുപാട് നല്ല എസ്സേസ് ചെയ്തിട്ടുണ്ട്. അഫോറിസ്റ്റിക് സ്റ്റൈലാണ് രാജശ്രീ പറഞ്ഞിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബേക്കൺ യൂസ് ചെയ്യുന്ന സ്റ്റൈലിന് അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രംപറ്റ് ക്ലബ്, ഓക്കെ, ഒരു എസ്സേ ആണ് പഠിക്കാനായിട്ടുണ്ട്. ക്ലബ്ബുകളും പീരിയോഡിക്കൽസും ഒക്കെ കൂടുതലും സ്റ്റീലും അഡീസണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കാണുന്നത്. AG ഗാർഡിനറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്ന ഒരു വർക്ക് വരുന്നുണ്ട്. EM ഫ്രോസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺ ടോളറൻസ്. ബർട്രാൻഡ് റസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു വർക്ക് നമുക്കുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ്, ഓക്കെ, അത് വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. ഇതൊന്നും പഠിക്കാൻ വലിയ ബോറടി ഒന്നും ഇല്ല. അതായത് ഈ എസ്സേ മുഴുവൻ ഒന്നും വായിക്കണ്ടല്ലോ, കാരണം എല്ലാ എസ്സേ മുഴുവൻ എടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിൽ നിന്നും വേണ്ട പോയിന്റുകൾ, തീമുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നോട്ട് ലഭിക്കും. I+ തന്നെ ഉണ്ട്, നമ്മുടെ കോഴ്സിലുണ്ട് നോട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിട്ട് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാരണം എപ്പോഴും ഹാർഡ് വർക്കിനൊപ്പം തന്നെ നമുക്ക് ഇന്ന് വേണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് വർക്ക്. ഓക്കെ, അതുകൂടെ മുൻനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നോക്കിക്കേ, ഇനി എമിലി ബ്രോണ്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്നത് വിതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന നല്ലൊരു നോവലാണ്. ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ ദ അതർ. ശരിയല്ലേ? ഓക്കെ, അതാണ് ആനിമൽ ഫാമിന്റെ പ്രത്യേകത. ഒരു നോവലിനെയാണ് കേട്ടോ, ഒരു നോവലിനെയാണ്. ഹെമിംഗ്വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏണസ്റ്റ് ഹെമിംഗ്വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ വളരെ പ്രധാനപ്പെട്ട വർക്കാണ്. നമ്മുടെ സ്വന്തം ദേശ്പാണ്ഡെയുടെ റൂട്ട്സ് ആൻഡ് ഷാഡോസ്. അരുന്ധതി റോയ് എന്ന് പറയുമ്പോൾ തന്നെ 1997 ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ ഒരു പുസ്തകം പഠിക്കാനുണ്ട്. ടോണി മോറിസന്റെ ബ്ലൂവസ്റ്റ് ഐ അല്ലെ. ബ്ലൂവസ്റ്റ് ഐ എപ്പോഴും നിങ്ങൾ ചോദ്യമായിട്ട് കാണുന്നതായിരിക്കും. ദ ബ്ലൂവസ്റ്റ് ഐ. ഒരു പെൺകുട്ടിക്ക് സൊസൈറ്റിയിലെ ഡിസ്ക്രിമിനേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവൾ വിചാരിക്കുകയാണ്, തനിക്ക് പെയർ ഓഫ് ബ്ലൂ ഐസ് ഉണ്ടായിരുന്നെങ്കിൽ സമൂഹത്തിൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അതേ പരിഗണനകൾ തനിക്കും ലഭിക്കുമായിരിക്കും, അല്ലെങ്കിൽ ലഭിച്ചേനേയും എന്നൊക്കെയുള്ള ചിന്തകളാണ് വരുന്നത്. അപ്പൊ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏറെക്കുറെ 3 മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തു. ഈ ചോദ്യങ്ങളും ഒത്തിരി ചോദ്യമൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്ത ഒരു 2-3 ചോദ്യങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരിക, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. മൊഡ്യൂൾ 4 വന്നു കഴിഞ്ഞാൽ ലിറ്റററി ക്രിറ്റിസിസവും ടേമുകളുമാണ് നോക്കാനുള്ളത്. രസ തിയറി വരുന്നുണ്ട്, ധ്വനി എന്ന തിയറി, അരിസ്റ്റോട്ടലിന്റെ സ്വന്തം പോയറ്റിക്സ്, വേൾഡ്സ്വർത്തിന്റെ ലിറിക്കൽ ബാലൻസ്. ഈ ലിറിക്കൽ ബാലൻസ് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നൊന്ന് പറയാവോ? ലിറിക്കൽ ബാലൻസ് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്? ലിറിക്കൽ ബാലൻസ് 1798. വെരി ഗുഡ് ഓൾ ഓഫ് യു. 1798 ആണ്. അതുപോലെ തന്നെ വേൾഡ്സ്വർത്തിന്റെ പ്രിഫൈസ് ടു ലിറിക്കൽ ബാലൻസിന് ശേഷം കോളറിഡ്ജിന്റെ ബയോഗ്രഫിയ ലിറ്ററേറിയ ചാപ്റ്റർ 14 ഉണ്ട്. അർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയിട്രി, എലിറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന ഐഡിയ നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന ഐഡിയ ചെക്ക് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സഷൂറിനെയും ഷൊലേറ്ററിനെയാണ് കാണുന്നത്. സഷൂറിനും ഷൊലേറ്ററിനും ശേഷം ഇസംസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തേ. സഷൂറിനെ കുറിച്ച് നമുക്ക് ഐഡിയാസ് ഉണ്ടാവും. ഓക്കെ, സഷൂറിനെ കുറിച്ച് നമുക്ക് ഐഡിയാസ് ഉണ്ട്. ഓക്കെ,
ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഡ്യൂറേഷൻ, ഓക്കെ, എക്സാം ഡ്യൂറേഷന്റെ ടൈം ഒന്നും കൂടെ പറയാണ്. 1 hour 30 minutes ആണ് നമുക്ക് പരീക്ഷ എഴുതാനുള്ള സമയം കിട്ടുന്നത് കേട്ടോ. എത്ര സമയമാണ്? 1 hour 30 minutes ആണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സമയം കിട്ടുന്നത്. അതിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെ ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം എന്നുകൂടെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് എന്താണ് ആ ഒരു ഐഡിയ അവിടെ നിന്നും ലഭിക്കും. അതായത് ഇത്രയും സമയത്തിനുള്ളിൽ ഈ ഒരു മുഴുവൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സഷൂറിലോട്ട് വന്നു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ നമുക്ക് നോക്കാനുണ്ട്. ഷൊലേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയിറ്റിക്സ് എന്ന് പറയുന്ന ഐഡിയ വരുന്നുണ്ട്. ഇനി ടേംസ് ആൻഡ് മൂവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് എം.എച്ച്. എബ്രാംസ്. നമുക്കൊക്കെ ലിറ്റററി ടേം എന്ന് പറയുമ്പോൾ തന്നെ എം.എച്ച്. എബ്രാംസിന്റെ പുസ്തകമാണ് ഓർമ്മ വരുന്നത്, ശരിയല്ലേ? അല്ലേ? അതെ. അപ്പൊ നോക്കിക്കേ, ഇസംസിനകത്തില് ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമനിസം, റിയലിസം, മാജിക്കൽ റിയലിസം, നാച്ചുറലിസം, സിംബലിസം, റഷ്യൻ ഫോമലിസം, മാർസിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സൈക്കോ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ക്രിറ്റിസിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം. നമ്മൾ ഈ ഏജ് വൈസ് ലിറ്ററേച്ചർ പഠിക്കുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, റെനൈസൻസ്, നിയോ ക്ലാസിക്കൽ, റൊമാൻറ്റിക്സ്, വിക്ടോറിയൻ, എഡ്വേർഡിയൻ, ജോർജിയൻ, മോഡേൺ, പോസ്റ്റ് മോഡേൺ എന്നുള്ള ഓർഡർ ഫോളോ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇസംസും വന്നിട്ടുള്ളത്. ക്ലാസിസിസത്തിൽ തുടങ്ങി പോസ്റ്റ് മോഡേണിസത്തിലാണ് ഇത് അവസാനിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, എം.എച്ച്. എബ്രാംസിന്റെ പുസ്തകം തന്നെ നമുക്ക് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പുസ്തകം കൈവശം ഇല്ലാത്തവര് പേടിക്കണ്ട, നമുക്ക് നെറ്റിൽ ഒന്ന് ബ്രൗസ് ചെയ്താൽ തന്നെ ഈ കോൺസെപ്റ്റുകളെല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇനി മൊഡ്യൂൾ 5 വന്നു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സും ഫോണറ്റിക്സും ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജും ആണ് നമുക്ക് വരുന്നത്. അപ്പം ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫോണോളജി പഠിക്കാനുണ്ടാവും, ശരിയല്ലേ? ഫോണോളജി, സൗണ്ടുകളെ കുറിച്ചുള്ള പഠനം ഫോണോളജി, വേർഡ്സിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ മോർഫോളജി, ഈ വേർഡ് ഓർഡറിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ സിൻടാക്സ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ മീനിങ്സിനെ കുറിച്ച്, സ്റ്റഡി ഓഫ് മീനിങ്സ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ നമുക്ക് സെമാന്റിക്സ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ട്. പിന്നെ ലാങ്ങും പരോളും കോമ്പീറ്റൻസും പെർഫോമൻസും ചേരുന്നതാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബുക്ക് ഫോർ റെഫറൻസ് ഗാർഗി നമുക്ക് ശ്യാമളയുടെ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഡിഗ്രിക്കൊക്കെ തന്നെ പല കുട്ടികളും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒരു ഗ്രീൻ കളർ ടെക്സ്റ്റ് യൂസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഉണ്ടാവും. ഓൺലൈനിലും കിട്ടും അത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ PDF അവൈലബിൾ ആണ്. ആ ഒരു പുസ്തകം നല്ല പുസ്തകം, ചെറിയ പുസ്തകം, ഒരുപാട് നമ്മളെ അങ്ങ് എന്താണ് കാട് കയറി കൊണ്ടുപോകത്തൊന്നുമില്ല. വേണ്ട കാര്യങ്ങൾ മാത്രം അവർ പറഞ്ഞു തരുന്നത്, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഒരു ബുക്ക് റെഫറൻസ് ആയിട്ട് അത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ, കോഴ്സിലൊക്കെ തന്നെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബുക്കുകളുടെ എല്ലാം തന്നെ ഏകദേശം ഒരു 2-3 ബുക്കുകൾ റെഫർ ചെയ്തിട്ടുള്ള നോട്ടും കോണ്ടന്റും ആണ് നമ്മുടെ എന്താണ് ക്ലാസ്സിൽ, വീഡിയോ ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർഗൻസ് ഓഫ് സ്പീച്ച് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ടുകൾ ഉണ്ട് കേട്ടോ, അതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് വരുന്നത് സ്ട്രെസ്, റിതം, ഇന്റോനേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ലോൺ വേർഡുകളെ കുറിച്ച്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ, ഫ്രഞ്ച്, ഇന്ത്യൻ. ഓക്കെ, ഈ ഓരോ എന്താണ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ നേഷന്റെയും, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് ഒരു ഡാർക്ക് പീരീഡിൽ എക്സിസ്റ്റ് ചെയ്ത വാക്കുകളില്ലാത്തൊരു ഭാഷയായിരുന്നു അല്ലെ. എഴുത്തുകാരൊക്കെ തന്നെ പല ഭാഷകളിൽ നിന്നും വാക്കുകൾ ബോറോ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ബോറോഡ് അല്ലെങ്കിൽ ലോൺ വേർഡുകളുടെ എണ്ണം ഇംഗ്ലീഷിൽ കൂടുതലായിട്ടുള്ളത്. സോ അങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജിന് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഇത്രയും വാക്കുകൾ കിട്ടിയിട്ടുള്ളത്. ലാറ്റിനിൽ നിന്നും സ്കാൻഡിനേവിയനിൽ നിന്നും അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇന്ത്യൻ ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ ലോകം മുഴുവൻ കോളനികൾ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇവർക്ക് വിസിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. ലാറ്റിനിൽ നിന്നൊക്കെ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന നിലയിലാണ്. ഇനി ഇംഗ്ലീഷസിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി, വാട്ട് യു മീൻ ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷസ്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭാഷ, ലിംഗോ ഫ്രാങ്കോ ഓഫ് ദ മോഡേൺ എറ. ഇംഗ്ലീഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് വെറൈറ്റി ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് വെറൈറ്റി ഏതാ? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന വെറൈറ്റി ഏതാ? ഏതാ? ഇന്ത്യൻ ഇംഗ്ലീഷ്. ഓക്കെ, നമുക്ക് വെറൈറ്റീസിൽ ഏതാ നമ്മൾ ഫോളോ ചെയ്യുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. നമ്മൾ ഫോളോ ചെയ്യുന്ന അമേരിക്കൻ ആണോ ബ്രിട്ടീഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ അസെന്റും അതുപോലെ തന്നെ സ്പെല്ലും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ, ആഫ്രിക്കൻ ആണ് നമുക്ക് വെറൈറ്റീസ് ഇംഗ്ലീഷിന് നമ്മുടെ എന്താണ് കോഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഏതാണെന്നുള്ള ഒരു സിമ്പിൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് അപ്പൊ തന്നെ ഉത്തരം കൊടുത്തേക്കണം. ഓക്കെ, സോ മൊഡ്യൂൾ 6 പോവാണ്. മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. ഓക്കെ, ഗ്രാമർ ആണ് ഇവിടെ വരുന്നത്. ഇഷ്ടമാണോ ഗ്രാമർ? ഗ്രാമർ ഇഷ്ടമാണോ?
ആണ്. അല്ലാത്തവരുണ്ടോ? ഗ്രാമർ ഷഹന, ശ്രുതി, സുനി, രാഗി, പ്രവീണ, നീലിമ, നമിത എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഈ ഗ്രാമർ എല്ലാവർക്കും ഇഷ്ടം. വായിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ലല്ലോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അല്ലെ. സെന്റൻസ് കറക്ഷൻ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, സിനോണിം മീനിങ്ങുകൾ ഉണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റോണിമുകൾ ഉണ്ട്, കീ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്, കോമൺലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ട്, ലാംഗ്വേജ് ഫങ്ഷൻസ് സജസ് എഗ്രീയിങ്, കംപ്ലൈനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. സെന്റൻസ് കറക്ഷൻ, വൊക്കാബുലറി, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ഗീവ് വൺ വേർഡ്, കോമൺലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ, ലാംഗ്വേജ് ഫങ്ഷൻസ് സജസ് എഗ്രീയിങ്, കംപ്ലൈനിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നോക്കാനുണ്ട്. കൂട്ടത്തിൽ അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ നോക്കണം, അപ്രോപ്രിയേറ്റ് സെന്റൻസ് ഓർഡർ നോക്കണം. ഇഡിയംസ് ഇഷ്ടമല്ലേ? ഇഡിയംസ്, ഞാനൊരു ഇഡിയം അങ്ങോട്ട് പറയാം. എന്താണെന്ന് അറിയാവോ ചോദിച്ചേ? അറിയാവോന്ന് നോക്കി. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോൺ ത്രോ എവേ. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോൺ ത്രോ. എന്തിനെ കുറിച്ചുള്ളതായിരിക്കും? ദൂരത്തിനെ സൂചിപ്പിക്കുന്നതാട്ടോ. ദൂരം, അതെ, ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്, അല്ലെ നമ്മുടെ വീടിന് മുന്നിൽ, അല്ലെ റോഡിൽ എവിടെയെങ്കിലും നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വണ്ടിയിൽ വരുന്ന ഒരാളോട് നമ്മളോട് ചോദിക്കുകയാണ് ചേർച്ച് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ വേഴ്സ് ദ ചർച്ച് എന്നൊക്കെ ചോദിക്കുന്നത് അല്ലെ. സോ അതുപോലെ എവിടെയാണ് ചേർച്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എവിടെയാണ് നിയർ ബൈ ബാങ്ക് എവിടെയാണെന്ന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോൺ ത്രോ എവേ. ആ ഒരു കല്ലിട്ടെറിഞ്ഞാൽ എത്തുന്ന ദൂരത്താണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്താണെന്ന് കാണിക്കാനാണ് ഇഡിയമായിട്ട് സ്റ്റോൺ ത്രോ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ നിങ്ങളോട് ചോദിച്ചു ഹൗ വാസ് യുവർ എക്സാം? യെസ്, വളരെ ഈസി ആയിരുന്നു എന്ന് പറയാനാണ് ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, പിന്നെ പാസേജ് ഫോർ കോംപ്രഹെൻഷൻ ഉണ്ട്. സാധാരണയായിട്ട് നെറ്റിനായാലും അത് വരാറുണ്ടല്ലോ. ആ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കണം. വീണ്ടും ബേസിക് ഗ്രാമറിലേക്ക് പോവാണ്. ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത കാര്യമാണിത് കേട്ടോ. ആർട്ടിക്കിൾ എല്ലാവർക്കും അറിയായിരിക്കും. പ്രപ്പോസിഷൻ, ക്ലോസുകൾ പഠിക്കാനുണ്ട്, ടെൻസുകൾ ഉണ്ട്. ടെൻസുകൾ എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ടെൻസ് ഉണ്ട് നമുക്ക്? 3 ആണോ 4 ആണോ? എത്ര ടെൻസുകൾ ഉണ്ട്? 3 കേട്ടോ. അപ്പൊ ആ ടെൻസുകള്, ഫ്രേസൽ വെർബുകള്, ഒപ്പം തന്നെ നമുക്ക് കണക്ഷൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺജങ്ഷനുകള്, റിപ്പോർട്ടഡ് സ്പീച്ചുകള്, വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഒപ്പം തന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം വയ്ക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ മൊഡ്യൂൾ 8ലേക്ക് പോവാം. സ്പീഡ് ഉണ്ടോ? മൊഡ്യൂൾ 7 ഒന്നുകൂടെ എടുക്കണോ? വേണോ മൊഡ്യൂൾ 7 ഒന്നുകൂടെ? വേണ്ട. ആർക്കെങ്കിലും എടുക്കണേ പറയണേ. ഓക്കെ, വേണ്ട വേണ്ട. ഓക്കെ, മൊഡ്യൂൾ 8ലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ കീർത്തന. അപ്പം നമുക്ക് മൊഡ്യൂൾ 8 വന്നു കഴിഞ്ഞാൽ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ് വരുന്നത്. നമ്മുടെ പല സ്കൂളുകൾ ഉണ്ടല്ലോ, ബിഹേവിയറലിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം. സ്കില്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LSRW എന്ന് പറയുന്ന 4 സ്കില്ലുകൾ ഉണ്ട് ലാംഗ്വേജിൽ. ലിസണിങ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. ചോദിക്കട്ടെ, ഇതിനകത്തിൽ ആക്റ്റീവ് സ്കില്ലുകൾ ഏതാ? 2 ആക്റ്റീവും 2 പാസീവും. ആക്റ്റീവ് സ്കില്ലുകൾ ഏതൊക്കെയാ? അത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും തന്നെയാണ് കേട്ടോ. പാസീവ് ആയിട്ടുള്ളത് ലിസണിങ്ങും അതുപോലെ തന്നെ റീഡിങ്ങും ആണ്. ഈ റീഡിങ്ങും ലിസണിങ്ങും നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം നമുക്ക് എപ്പോഴും അത്യാവശ്യം ആക്റ്റീവ് ലിസണേഴ്സിനെ അല്ലേ ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ കിട്ടാൻ. എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ആൾക്കാരാണ് ലിസണേഴ്സ് അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അല്ലെ. കാരണം ഇത് എല്ലാവരും ബിസിയാണ്, ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലിസണേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് തന്നെയാണ്. ഇനി ലാംഗ്വേജ് അക്വിസിഷൻ, ക്രഷൻ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ വരുന്നുണ്ട്. മോണിറ്ററി മോഡൽ ഓഫ് ഹൈപ്പോത്തിസിസ് ഒക്കെ ഉണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസുകളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ചോംസ്കിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി മെത്തേഡുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ക്ലാസിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡും ഓഡിയോ ലിംഗ്വൽ മെത്തേഡും, ഓഡിയോ ലിംഗ്വൽ മെത്തേഡിന്റെ വേറൊരു പേരാണ് ആർമി മെത്തേഡ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്ട്രക്ചറൽ, ഓറൽ, സിറ്റുവേഷണൽ അപ്രോച്ചും കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചും ബൈലിംഗ്വൽ മെത്തേഡും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുകളും ഒക്കെ നോക്കാനുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ പ്രോപ്പണന്റ് ആരാണ്, അതുപോലെ തന്നെ എന്താണ് അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഐഡിയ വെച്ചിട്ട് പഠിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ക്ലാസ്സുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡുകളാണ്. പണ്ടത്തെ പോലെ ക്ലാസ് മുറിയിൽ ഒരു കറുത്ത ബോർഡിന്റെ മുമ്പിൽ നമ്മൾ ഒരു വെളുത്ത ചോക്ക് വെച്ചിട്ട് എഴുതി കഴിഞ്ഞ് കുട്ടികളെ കാണിച്ചു കൊടുക്കുന്ന രീതികളൊക്കെ എന്നെ ഔട്ട്ഡേറ്റഡ് ആയി അല്ലെ. ഇന്ന് നമുക്ക് എല്ലാം AV സപ്പോർട്ടിലാണ്. അതായത് നമ്മുടെ ഓഡിയോ വിഷ്വൽ എയ്ഡുകളും ICT ഉണ്ടല്ലോ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടീച്ചിങ് ഓഫ് പ്രോസ്, പോയിട്രി, ഗ്രാമർ,
ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ, ലേണർ ടൈപ്പുകൾ. പല ടൈപ്സിലുണ്ടല്ലോ ലേണേഴ്സ്, ശരിയല്ലേ? ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, സ്ലോ ലേണേഴ്സ് ഉണ്ടാവും, ഇതിന്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും. ഒരു ടീച്ചർ പല ടാക്ടിക്സ് പ്രയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ടീച്ചിങ് ലേണേഴ്സ് വിത്ത് ഡിസബിലിറ്റി നമുക്കുണ്ട്. NCF-ഉം KCF-ഉം പഠിക്കാനുണ്ട്, ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, NCF KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ഇത്രയും കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ സിലബസ് കിട്ടി, എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരുന്നു സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും. കീ ഏരിയാസ്, അവിടെയല്ലേ ഒരു ടീച്ചർ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യം. ഓരോന്നിൽ നിന്നും കൂടുതലായിട്ടും ഇതുവരെയുള്ള HSA പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള റൈറ്റേഴ്സ്, അവരുടെ പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണ്ടായോ? വേണ്ടായോ? വേണ്ടേ? ഇനി ചോദ്യം ചെയ്യാനുണ്ട്. യെസ്. അപ്പൊ പോയട്രിയില് നമുക്ക് ഷേക്സ്പിയർ ഓഫ് കോഴ്സ് വേണം, ഷേക്സ്പിയർ ഡ്രാമയിലും വേണം കേട്ടോ. ബ്രൗണിങ്ങിന്റെ കവിതകൾ നോട്ട് ചെയ്ത് വെച്ചോണം, എപ്പോഴും ചോദിക്കും കേട്ടോ. വേൾഡ്സ്വർത്തിൻ്റെത്, കീറ്റ്സിൻ്റെത്, അതായത് പോയിറ്റ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ളത് ഇവരുടെ തന്നെയാണ്. ഓക്കെ, ബാക്കി നമുക്ക് പോയിറ്റ്സും പോംസും ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാൽ പോലും ഇവർക്ക് കുറച്ചും കൂടെ പരിഗണന കൊടുക്കുന്നത് നന്നായിരിക്കും. ഡ്രാമയിൽ വന്നു കഴിഞ്ഞാൽ ഷേക്സ്പിയറിനെ വേണം, സിൻജ്, ആർതർ മില്ലർ, ഇബ്സൻ. കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ റെഫർ ചെയ്തതിന്റെ ബേസിലാണ് ഡ്രാമയിൽ ഇവർ 4 പേരും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഡ്രമാറ്റിസ്റ്റുകളെയും ഡ്രാമയും കൂടെ നോക്കണം. ഓക്കെ, പരീക്ഷ അടുത്ത് വരുന്ന അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ആ സാഹചര്യം ആയതുകൊണ്ടാണ് എപ്പോഴും കൂടുതൽ ചോദിക്കുന്ന ആൾക്കാരെ പറയുന്നത്. അപ്പൊ ഇവരെ തന്നെ ആദ്യം പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങാനായിട്ട് നിൽക്കുന്ന കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരും ചെയ്യേണ്ട കാര്യം ആദ്യം ഇവരെ അങ്ങ് പഠിക്കുക, പിന്നെ ബാക്കിയുള്ള റൈറ്റേഴ്സിനെ കൂടെ നോക്കാനായിട്ട് ശ്രമിക്കണം. നോക്കുവോ? ഈ ടിപ്സ് ഒക്കെ യൂസ് ചെയ്യുവോ? പഠിച്ച കൂട്ടത്തിൽ ഇവരൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ എടുത്ത് പഠിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്രോസ് ആൻഡ് ഫിക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേക്കണും ഓർവെലും ടോണി മൊറീസണും ഒക്കെ തന്നെ വരുന്നുണ്ട്. ലിറ്റററി ക്രിറ്റിസിസവും ടേമുകളും. ഓക്കെ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലും അവൈലബിൾ ആണ്. ധ്വനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധ്വനിയൊക്കെ എപ്പോഴും കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റുകളാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ വീഡിയോ ലെസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ നോട്ട്, ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആണ്. ലിറിക്കൽ ബാലഡുകൾ, അതുപോലെ തന്നെ ഇസംസ് നോക്കിയിട്ട് പോകണം. ഇസംസിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, യു ഹാവ് ടു ലേൺ ഓൾ ദി ഇസംസ് കേട്ടോ. മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അത്. അഷ്യൂറിനെ കുറിച്ച് നോക്കാതെ പോകരുത്. ലിംഗ്വിസ്റ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിന്റാക്സ് വേണം, സെമാൻറ്റിക്സ് വേണം, അത്യാവശ്യം വാക്കുകളൊക്കെ ഒന്ന് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പഠിക്കണം. 4 ഓപ്ഷൻ ഉണ്ടാവും, തെറ്റായിട്ടുള്ള 3 ഓപ്ഷനും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനും ആയിരിക്കും ഉള്ളത്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് നോക്കണം. ഫാമിലി ഓഫ് ലാംഗ്വേജസ്, അതായത് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലികളൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇനി മോഡേൺ ഇംഗ്ലീഷ് യൂസേജിൽ എന്താ പഠിക്കേണ്ടത്? ഇഡിയംസ് വേണം, ഈ വൺ വേർഡ് വേണം, കോമൺലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചില വാക്കുകളുണ്ട്, അത് നോക്കണം. വൊക്കാബുലറി എടുക്കണം കേട്ടോ. ഈ കോമൺലി കൺഫ്യൂസ്ഡ് വാക്കുകൾ ഏതാ അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണത് അല്ലെ. അപ്പൊ അതെങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിനുള്ള നല്ലൊരു സോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കുമ്പോൾ ചില കട്ടിയുള്ള വാക്കുകൾ അല്ലെങ്കിൽ പല പരീക്ഷകളിലും കേറ്റഡ് 3-ലൊക്കെ തന്നെ പലവട്ടം വന്നിട്ടുള്ള കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ് നമുക്ക് HSCക്കും വരും. ഓക്കെ, അതായത് ഈ കേറ്റഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSCയുടെ ഒരു പ്രിലിംസ് പോലെയായിരുന്നു അല്ലെ. അത് കിട്ടുന്നവരാണല്ലോ പിന്നെ ഇത് എഴുതാൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് പോലെയുള്ള യോഗ്യതകൾ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഇഡിയംസ്, ഗീവ് വൺ വേർഡ്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സും വൊക്കാബുലറി ഉണ്ട്. ബേസിക് ഗ്രാമറിലോട്ട് പോയ ആർട്ടിക്കിൾ, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗുകൾ ഉണ്ട്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂൾസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് എന്താണ് ടീച്ചിങ് ഉണ്ടല്ലോ, ബിഹേവിയറിസം അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ലേണർ ടൈപ്പുകളും നമ്മുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF-ഉം കേരള കരിക്കുലം ഫ്രെയിംവർക്ക് KCF ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കാനായിട്ട്. അത്രയും കാര്യങ്ങൾ ചെയ്യുവോ? ഓക്കെ ആണോ? അപ്പൊ അടുത്ത എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ വേണ്ടേ? ഇതുവരെ ചോദിച്ചിട്ടുള്ള HSCയുടെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും അറിയണ്ടേ? ആഗ്രഹമില്ലേ? ഇത് ചോദ്യം അല്ലേ? ഇത്രയും നേരം ഇവിടെ നിന്നത് തന്നെ അതിനു വേണ്ടിയാ അല്ലെ. ടീച്ചർ എപ്പോഴും അത് പറയുന്നതെന്നാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് വിചാരിച്ചത്. ശരി, അപ്പൊ നമ്മൾ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം സിലബസ്, പൊതുവായിട്ടുള്ള സിലബസ് നിങ്ങൾക്കൊക്കെ കിട്ടുന്ന അത് എന്താണ്, അത് എന്റെ ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് സിലബസ്. പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ള സന്തോഷ വാർത്ത വീണ്ടും പറയുകയാണ്. കാരണം എപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ടായിരുന്നു, മാറുവോ. ശരി, അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. പഠിക്കുമ്പോഴും അവർക്കൊരു ഉറപ്പില്ല, വേറെ കവിതയായിരിക്കും ഇനി പരീക്ഷയ്ക്ക് പഠിക്കേണ്ടി വരുന്നത്, ഇത് ഞാൻ വെറുതെയാണോ പഠിക്കുന്നത് എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. അത് ഇതോടെ കൂടി തീർന്നു. ഇനി അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ്, ആ സ്ക്രീനുകൾ ഞാൻ ഒന്നുകൂടെ എടുത്തു തരാം. അതായത് ഈ ഒരു കോൺസെപ്റ്റുകൾ കേട്ടോ, കീ ഏരിയാസ് പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. അത് പഠിച്ചിട്ടേ പഠനം അവസാനിപ്പിക്കാവൂ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നോക്കിക്കോണം. ഈ റൈറ്ററിനെ വല്ല പരിചയമുണ്ടോ? ആരാ ഇത്? സോയിക്ക അല്ലേ?
വോൾസോയിങ്ക. ഓക്കെ, സോ നോക്കിക്കേ, the year in which വോൾസോയിങ്ക won the Nobel Prize in Literature. വോൾസോയിങ്കയ്ക്ക് സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. 1985, 1986, 1987, 1978. ശരി ഉത്തരം ഒന്ന് പറഞ്ഞേ. എല്ലാരും ആൻസർ ചെയ്യാവോ? അത് നമുക്ക് തന്നെ ഒരു സന്തോഷം, ചോദ്യം ചോദിക്കുന്ന ആൾക്കൊരു സന്തോഷം, അതുകൊണ്ടാ എല്ലാരും ഉത്തരം പറയുന്നല്ലോ. ശരിയോ തെറ്റോ ഉത്തരം പറഞ്ഞു. 86 ആണോ? എതിരെ അഭിപ്രായം ഉണ്ടോ? ഒക്കാണോ? 86 ആണോ? വോൾസോയിങ്കയുടെ നോബൽ സമ്മാനം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? 86 ആണ് കേട്ടോ. 1986 നമ്മുടെ സോയിങ്കയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഒത്തിരി ചോദ്യമൊന്നുമില്ല, കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനെല്ലാം ഉത്തരം പറയാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പൊ അതങ്ങനെ പോകും. അപ്പം റൂമിലൊക്കെ തന്നെ അത്യാവശ്യമായിട്ടും പുളിറ്റ്സർ സമ്മാനം കിട്ടിയവരെയും നോബൽ സമ്മാനം കിട്ടിയവരെയും ഒക്കെ ഒന്ന് ചാർട്ടിലൊക്കെ ആക്കി എഴുതി വെച്ചോ. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അത് ഉപകരിക്കും കേട്ടോ. വലിയ ടൈറ്റ് സിലബസ് ഒന്നും അല്ല HSCയുടേത്, പഠിച്ചാൽ കിട്ടും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ജോലി കൊടുക്കാൻ സാധിക്കുമോ? അപ്പൊ അതിൽ ബെസ്റ്റ് ആവണം. ശരിയല്ലേ? ശരിയല്ലേ? ഈ സിലബസ് കണ്ടിട്ട് എനിക്ക് പഠിച്ചാൽ തീരില്ല എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയോ? ആർക്കും തോന്നില്ല. ഇപ്പൊ കണ്ടാലും നമുക്ക് ഇനി ആയാലും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിലാണ് സിലബസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും രീതിയിൽ, അതായത് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചോദ്യം വന്നാലും എഴുതുന്ന രീതിയിൽ നമ്മൾ തയ്യാറെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? പരീക്ഷയിൽ നമുക്ക് ഉന്നത റാങ്കിലും മെയിൻ റാങ്കിലും ഫസ്റ്റ് റാങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് ആ ഒരു ലെവലിൽ നമുക്ക് എത്തണമെങ്കിൽ അത്രയും നല്ലൊരു പഠനം വേണം കേട്ടോ. സോഴ്സ് ആൻഡ് ഒറിജിൻ ഓഫ് വിതറിംഗ് ഹൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ബാലന്റൈൻസ് കോറൽ ഐലൻഡ്, പർച്ചേസസ് പിൽഗ്രിമേജ്, ജർമ്മൻ ടെയിൽ ബൈ ഹോഫ്മാൻ, കാസ്ൽ ഓഫ് ഒട്രാൻഡോ ബൈ ഹൊറേസ് വാൽപോൾ. നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളും കൂടെ അല്ലെങ്കിൽ വർക്ക് ചെയ്തവർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്, കാരണം അപ്പം തന്നെ ഉത്തരം പറയുന്നുണ്ട്. പോയിട്രി എന്തൊക്കെ ടൈപ്പ്? ഓക്കെ, പോയിട്രിയിൽ നിന്ന് സോണറ്റുകളിൽ നിന്ന് അങ്ങനെയുള്ള ടൈപ്സ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എലിജി, ഓഡ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ വേണം കേട്ടോ. കാസ്ൽ ഓഫ് ഒട്രാൻഡോ ബൈ ഹൊറേസ് വാൽപോൾ. അപ്പൊ ഈ ഒരു ഈ ഒരു വർക്ക് ആണ് ശരിക്കും പറഞ്ഞ വിതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന നോവലിനുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. സോഴ്സ് ആൻഡ് ഒറിജിൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത നോക്കിക്കേ, നമ്മുടെ ബ്ലൂവസ്റ്റ് ഐ. ഒരു പെൺകുട്ടിക്ക് പെയർ ഓഫ് ബ്ലൂ ഐസ് വേണമെന്നുള്ള അവളുടെ സ്വപ്നം ഇല്ല, നേരത്തെ നമ്മൾ കണ്ടതാണ്. സെറ്റിംഗ് എവിടെയാണ്? ടോണി മോറിസന്റെ ഈ ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന നോവലിന്റെ സെറ്റിംഗ് എവിടെയാണ്? ലൊറൈൻ, വെസെക്സ്, മിലാൻ, ഡബ്ലിൻ. എയും ഡിയും ഒക്കെ വരുന്നുണ്ട് ഓപ്ഷനിൽ. ഒന്ന് തീരുമാനിച്ചേ, ഒന്ന് ഉറപ്പിച്ചേ. സമയം തരാം, ഉറപ്പിച്ചോ. ബ്ലൂവസ്റ്റ് ഐ എ ആണോ അതോ വെസെക്സ് ആണോ? കൃത്യമായിട്ട് ഉത്തരത്തിലോട്ടൊന്ന് പോയേ. ഇതിന്റെ ഇയറും കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 1970 നമ്മുടെ ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന ആ ഒരു വർക്ക് നോവല് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ സെറ്റിംഗ് വരുന്നത് എന്താണ്? അതർ ദാൻ ലൊറൈൻ ആണ് കേട്ടോ. ലൊറൈൻ ആണ് ശരി ഉത്തരം. നോക്കിക്കേ, അതിന്റെ ഒരു ചെറിയ കീ നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. The Bluest Eye takes place in Lorraine, Ohio, a small town on the shore of Lake Erie. The play begins in 1940 at a time when Lorraine's economy is based on industry. Okay, Lorraine economy industry ഒക്കെ ആയിട്ട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പോയിന്റിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണത്. ഇനി അടുത്തതായിട്ട് ഈ ചോദ്യത്തിലെ ആർട്ടിക്കിൾ ഒന്ന് കണ്ടുപിടിച്ചേ. The teacher drew a tree on dash the blackboard. ഈസി അല്ലെ? മോസ്റ്റ് ഈസി. കൊച്ചു പിള്ളേരോടുള്ള ചോദ്യം. HSCയുടെ ചോദ്യം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട എന്നാ ഈസി ആയിട്ടുള്ള, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനൊന്നും അല്ല, ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ട് നോക്കിക്കേ. ദി പെയിന്റർ ഓഫ് ദി പോർട്രേറ്റ് ഓഫ് ലാസ്റ്റ് ഡച്ചസ്. ബ്രൗണിങ്ങിന്റെ പ്രധാനപ്പെട്ട കവിതയാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. അതിനകത്തില് ഡ്യൂക്ക് വീട്ടിൽ വരുന്ന എല്ലാ അതിഥികളെയും, കൊട്ടാരത്തിൽ വരുന്ന എല്ലാ അതിഥികളെയും തന്റെ ഭാര്യയുടെ പോർട്രൈറ്റ് എടുത്ത് കാണിക്കും. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മുടെ ഡ്യൂക്ക് മാരീഡ് ആയിരിക്കാം, വേറെ ഡച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു മീനിങ് ഉണ്ട്. കാരണം ലാസ്റ്റ് ഡച്ചസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നാൽ പോലും തന്റെ ലാസ്റ്റ് ഡച്ചസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് വൺ. ഓക്കെ, ആ ഒരു മീനിങ്ങും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് തനിക്ക് മാത്രം ഈ കേർട്ടൻ മൂവ് ചെയ്ത് ഈ പോർട്രൈറ്റ് കാണാനായിട്ടും അദ്ദേഹം അനുവദിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് അത് കാണാനൊക്കെ സാധിക്കും. വാൻഗോ, ഡാവിഞ്ചി, ഫ്രാപ്പാൻഡോഫ്, ക്ലോസ് ഓഫ് ഇൻസ്ബർഗ്. ഒന്ന് ഉത്തരം പറഞ്ഞേ. മുഴുവൻ ടൈപ്പ് ചെയ്യണമെന്നില്ല, ഓപ്ഷൻ പറഞ്ഞാലും മതി. ശരിയാണോ നോക്കാം.
ഫ്രാ പാൻഡോഫ് ആണ് കേട്ടോ. ഫ്രാ പാൻഡോഫ് ആണ് ഇതിന്റെ ശരി ഉത്തരവായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഡച്ചസിന്റെ പോർട്രൈറ്റ് എന്ന് പറയുന്നത്. ദ ഡ്യൂക്ക് ബിഗിൻസ് ബൈ റെഫറിംഗ് ടു മൈ ലാസ്റ്റ് ഡച്ചസ് ഹിസ് വൈഫ് first wife has he draw on a curtain to display portrait of her which is hanging on the wall. She looks alive and the Duke attributes this to the skill of the painter Fra Pandolf. Okay, അപ്പൊ ഫ്രാ പാൻഡോഫ് എന്ന് പറയുന്ന ഒരു പെയിന്റർ ആണ് ഇത് വരച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഴിവായിട്ടും കൂടെ ശരിക്കും പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മുടെ റൈറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ പരീക്ഷയെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇപ്പൊ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങളുടെ ആരെങ്കിലും ഇനി കൺഫർമേഷൻ കൊടുക്കാനായിട്ടുണ്ടോ? കൊടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കരുത്. സൈറ്റും ഒക്കെ തന്നെ ബിസി ആവുന്ന സമയത്ത് കൊടുക്കുന്നതിൽ ഏറ്റവും കൺവീനിയന്റ് ഇപ്പൊ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ പരീക്ഷയുടെ ഡേറ്റ്, ഓക്കെ, നമുക്കൊക്കെ അറിയാം ഇപ്പൊ പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ HSC ഇംഗ്ലീഷിന്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 20 ഓക്കെ, ഓഗസ്റ്റ് 20 നമ്മുടെ പരീക്ഷ വരുന്നത്. സിലബസിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ള സന്തോഷ വാർത്ത വീണ്ടും പറയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏർലി ബേർഡ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. പഠിച്ചു തുടങ്ങാനുള്ളവർക്ക് ഇനിയും സമയമുണ്ട്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു കോഴ്സ് അസിസ്റ്റൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും I+നെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഇപ്പം ഫീച്ചേഴ്സിലാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും വീഡിയോ ലെസൺസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നോട്ടുകൾ നിങ്ങൾക്ക് ചുവടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകളാണ്, പഠിക്കാൻ വളരെ ഈസിയാണ്, പേജ് കണക്കിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു വിടാൻ പറ്റും പോയിന്റുകൾ. ഇനി അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. താഴെ തന്നെ നിങ്ങൾക്ക് അത് ഓരോ പാർട്ടിന്റെയും ക്യൂസ് കിട്ടും. ഓക്കെ, ഒരു 10 ചോദ്യങ്ങൾ വെച്ച് ഓരോ ടോപ്പിക്കിന്റെ അണ്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കുകൾ നമുക്ക് ഈസി ആവും. പിന്നെ അതിനും മേലെ ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെ. പിന്നെ PYQ ഡിസ്കഷൻ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്താണ് കോർഡിനേറ്റർ ത്രൂ കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് വീണ്ടും ആവേശത്തോടു കൂടി പഠിക്കാനൊക്കെയുള്ള അവസരങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കരുതുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ എന്താണ് അക്ഷര ടീച്ചറും കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ ടീച്ചറും കൂടെ നിങ്ങളോട് ഐഡിയാസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ടീച്ചറും കൂടെ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നുണ്ടാവും. ടീച്ചറിന്റെ എന്താണ് വാക്കുകളും കൂടെ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ ടീച്ചറിനെ കൂടെ ഇൻവൈറ്റ് ചെയ്യട്ടെ. എങ്ങനെയാ പഠിക്കേണ്ടതെന്നൊക്കെയുള്ള ടീച്ചറിന്റെ കുറച്ച് ഐഡിയാസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഓക്കെ അല്ലേ? സിലബസ് കിട്ടി, സിലബസിൽ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കിട്ടി, ക്വസ്റ്റ്യൻസ് കിട്ടി, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കാം അല്ലെ. അസിസ്റ്റൻസ് വേണ്ടവർക്ക്, നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് വേണ്ടവർക്ക് അതിനുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ I+നെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാണ്. ഇനി ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഓഫ് യു. ഹലോ, ഓഡിബിൾ ആണോ? വിസിബിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരുന്നു, സിലബസ് എങ്ങാനും മാറുമോ, ഇത്രയും നമ്മൾ പഠിക്കണോ വേണ്ടായോ എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പം ദാണ്ട നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സിലബസ് വന്നു. ദൈവം സഹായിച്ച് നമ്മുടെ ഇംഗ്ലീഷിലെ സിലബസിലെ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്താണ്, ഇത് നല്ല പവർഫുൾ ആയിട്ട് അങ്ങോട്ട് പഠിക്കാം. ഇപ്പോഴും പല പല സംശയങ്ങൾ വീണ്ടും ബാക്കി നിൽപ്പുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നൊക്കെ എത്ര പേരെ എടുത്തു, പഠിച്ചിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ, അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ആലോചിക്കുന്ന സമയം കൊണ്ട് ഫസ്റ്റ് ചോദ്യം കൂടുതൽ പഠിച്ചാലോ. നമുക്ക് സിലബസ് അറിയാലോ, നമ്മളിപ്പോൾ നിങ്ങളിൽ പലരും HSST LVHSC ഒക്കെ എഴുതി കാണും. ആ ഒരു സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സിലബസ് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞ് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സിലബസ് ആണ്. അപ്പോൾ ഇനി കൂടുതൽ സംശയങ്ങൾക്കും ടെൻഷനും ഒന്നും ഉള്ള ഒരു സമയമല്ല വേണ്ടത്. ഇനിയുള്ള ടൈം എന്താണ്, വളരെ പോസിറ്റീവായിട്ട് തന്നെ പഠിക്കുക. പഠിക്കുമ്പോൾ വാരി വലിച്ച് പഠിക്കുകയല്ല, നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടതല്ലേ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രീലക്ഷ്മി മിസ് പറഞ്ഞ പോലെ ചില ഏരിയാസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം ചില എഴുത്തുകാരെ ചില വർക്കുകളെ എന്തോ PSCക്കൊക്കെ ചോദ്യം ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വരാറുണ്ട്. അപ്പൊ അവരിലൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഏരിയയും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാ ഏരിയയും ഇപ്പൊ നമുക്ക് കുറച്ച് പ്രോസ് പഠിക്കാനുണ്ട്, പോയട്രി പഠിക്കാനുണ്ട്, ഡ്രാമ പഠിക്കാനുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം വേണം. ഒരു വർക്ക് എന്ന്
പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് വേണം. ഇപ്പം ഒരു കവിതയെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ആ കവിത കാണാപ്പാഠം പഠിക്കുക, അല്ലെങ്കിൽ ഡ്രാമയിൽ ഓരോ വരികളും പഠിക്കുക, അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇൻ കേസ് നമുക്കിപ്പോൾ കഴിഞ്ഞ HSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തവണ വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം. നമുക്കതിലൊരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം HSSC എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ലെവൽ വന്നപ്പോൾ എല്ലാവരും NVHSCക്കും അതേ ലെവൽ പ്രതീക്ഷിച്ചു. അവിടെ ക്വസ്റ്റ്യൻ എന്താ ചെയ്തത്? അവിടെ നേരെ തിരിഞ്ഞു. അവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊന്നും വന്നില്ല. ഇപ്പൊ കഴിഞ്ഞ HSC എടുക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ഇല്ലായിരുന്നു. ഇത്തവണ വരാം, വരാതിരിക്കാം. എങ്ങനെ വന്നാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? നമുക്ക് ആ ഒരു സിലബസിലെ ഓരോ വർക്കിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ വേണം. പിന്നെ നമുക്ക് കുറെ തിയറി പഠിക്കാനുണ്ട്. തിയറി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യലും. നമുക്കറിയാം തിയറിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ സൈക്കോളജി, നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി ഒക്കെ നമുക്ക് നമ്മൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മേഖലയാണ്. അവയൊന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ ഇനിയുള്ള സമയം വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീം I+ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഇനി വിഷമിക്കണം, നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്. അപ്പം ആരും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അരച്ച് കലക്കി പഠിച്ചിരിക്കുവല്ല. എല്ലാവരും നമ്മളെപ്പോലൊക്കെ ഉള്ളു. ഇനി നമ്മൾ ആ കൂട്ടത്തിൽ മുന്നിലെത്താനായിട്ട് എന്ത് ചെയ്യണം? ഇനിയുള്ള സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. അപ്പൊ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാനുള്ള ആ ഒരു എനർജി ചോർന്ന് പോകത്തേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേസ്റ്റ് ആക്കണം, നമ്മുടെ എനർജി വേസ്റ്റ് ആക്കണ്ട. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് നമുക്ക് നല്ല ആദ്യ റാങ്കിൽ എത്താനായിട്ട് അറിയാമല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ PSCയുടെ കാര്യം പറയല്ലോ, ആദ്യ റാങ്കിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കിടക്കാനേ ഉള്ളൂ. പക്ഷെ ആദ്യ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള പ്രയത്നമായിരിക്കണം. ഇനി ഓരോ ദിവസവും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും പഠിക്കല്ലേ? ഇനിയുള്ള ദിവസങ്ങളൊന്നും വേസ്റ്റ് ആക്കണ്ട. അപ്പം ഇന്ന് മുതലങ്ങ് പഠിച്ചു തുടങ്ങുകയല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും പോസിറ്റീവായിട്ട് പഠിച്ച് തുടങ്ങാം കേട്ടോ. ഓക്കെ.